ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും അതുപോലെ തന്നെ ഒരു ദിവസം റെസിപ്പി വീഡിയോസും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മുട്ട റോസ്റ്റ് പല പല രീതിയിൽ വെച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മുട്ടക്കറി, മുട്ട റോസ്റ്റ്, അങ്ങനെ മുട്ട ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതിൽ വെള്ളമോ തേങ്ങാപ്പാലോ ഒന്നും ചേർത്തിട്ടില്ല. കൊക്കനട്ട് ഓയിലിൽ വളരെ ടേസ്റ്റി ആയിട്ട് കുറേ നേരം സ്ലോ കുക്ക് ചെയ്തെടുത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ കൈറൊട്ടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ റെസിപ്പി ഒരു ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈല് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഉറപ്പായിട്ടും ചെന്ന് കാണുക. ഇന്ന് ഈവനിങ്ങിൽ ഈ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയുടെ ഈവനിങ്ങിൽ നമ്മൾ ആ ഒരു കട്ട്ലേറ്റ് ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം കട്ട്ലേറ്റ് റെഡിയാക്കിയപ്പോഴത്തേനും ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ കട്ട്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 1-2 ദിവസത്തേന് ഈവനിങ്ങിന് ടീയുടെ ഒപ്പം പൊരിക്കാനായിട്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈവനിങ് ടീ ടൈമിൽ സ്നാക്കിൻ്റെ ഒപ്പം ഞാൻ റെഡിയാക്കുന്നത് ആ ഒരു കട്ട്ലേറ്റാണ് കേട്ടോ. റെഡിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ അടച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് അത് പെർഫെക്റ്റായിട്ട് നമ്മൾ സെക്കൻഡ് ഡേയിൽ അതെടുത്ത് പൊരിക്കുന്നുണ്ട്. പൊരിക്കുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് പൊടിഞ്ഞു പോവാതെ, പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ, നല്ല പൊട്ടിപ്പോവാതെ, ബ്രേക്ക് ആവാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ആ എണ്ണ കുടിക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മളിന്ന് ആ ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റ് എടുക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് വിശേഷത്തിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ബൗൾ ഫ്രൂട്ട്സ് വാട്ടർമെലൺ എടുത്ത് കഴിച്ചു. അത്യാവശ്യം നല്ല മധുരമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർമെലനാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് കുട്ടികൾക്കും കൂടി കഴിക്കാനായിട്ട് കൊടുത്തേ. അതിനുശേഷം എൻ്റെ ലഞ്ച് വിശേഷത്തിലേക്ക് കയറാം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും കൂടുതൽ ദിവസങ്ങളിലും ഇൻക്ലൂഡ് ചെയ്യാറില്ല. ചില ദിവസങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ചോറിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കാച്ചിയത്, പിന്നെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കാസ്ട്രോളിൽ ചൂട് ചോറ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് ഇത് ക്യാബേജ് തോരനാണ്. അപ്പോൾ ഈ ഒരു ലഞ്ചിന് ഇക്ക കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക കഴിക്കാനുള്ളപ്പോൾ ഇക്കയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോംബോയാണ് മോര് കാച്ചിയത്, പപ്പടം, എന്തെങ്കിലും ഒരു ഫിഷ് ഓർ ഫ്രൈ, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ ഇക്കാക്ക് ഞാനൊരു എഗ്ഗ് ഓംലെറ്റും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ഒരു ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. അതിൻ്റെ കൂടെ എഗ്ഗ് ഓംലെറ്റ് ഞാൻ കഴിക്കാറില്ല. നമുക്ക് എന്തെങ്കിലും നോൺ വെജ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ കൂടുതലും എഗ്ഗ് ഫ്രൈ ചെയ്ത് എടുക്കാറ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ലഞ്ച് ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ്. ആവശ്യത്തിന് ചൂട് ചോറ് വിളമ്പി അതിലേക്ക് മോര് കാച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെള്ളമൊന്നും ചേർക്കാതെ നല്ല കുറുക്കിയെടുത്ത മോര് കാച്ചത്. ഈ ഒരു മോര് കാച്ചതിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന, വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് കൂടുതൽ ദിവസം നമുക്ക് കാച്ചി ഫ്രിഡ്ജിൽ വെക്കാം. മോര് കാച്ചത് കോമൺ ആയിട്ട് അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ മോര് കാച്ചിട്ട് കുറച്ച് ദിവസം കൂടുതൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കാച്ചിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു മോര് കാച്ചീൻ്റെ വെള്ളമൊന്നും ഒട്ടുമേ ചേർക്കാതെ നല്ല കുറുകിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കാച്ചത്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്ത് നിങ്ങൾ കണ്ടല്ലോ, പപ്പടമുണ്ട്, മോര് കാച്ചിയതുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു, ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് ധൃതിയിൽ ഫുഡ് കഴിച്ചേച്ച് നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കുറച്ച് പർച്ചേസ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനത് നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഈവനിങ് ടൈം ആയപ്പോഴത്തേനും നമ്മൾ ലഞ്ച് കഴിച്ചിട്ടൊന്ന് പുറത്തേക്ക് പോയി. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്ന് അപ്പോൾ ഒരു 5:30 6 ഒപ്പിച്ചായി. അപ്പോഴത്തേനും ചായയുടെ ടൈം ആയല്ലോ. അപ്പോഴത്തേനും നമ്മളിതാ കുറച്ച് ഒരു കേക്ക്, ഒരു ഫ്രൂട്ട് ഓറിയൻറ്റഡ് കേക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലം കേക്ക് പോലെ കുറച്ച് ഫ്രൂട്ട് ഓറിയൻറ്റഡ് കേക്ക്, അത് കട്ട് ചെയ്ത് ടേബിളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ചായ, എനിക്കും ഇക്കാക്കുള്ള ചായ ഞാൻ വെക്കുകയാണ് കേട്ടോ. മക്കൾക്കെന്ന് പറയുമ്പോഴത്തേനും
പാലാണ് കൊടുക്കാറ്. അവർക്ക് പൊടിയിട്ടിട്ട് തേയിലപ്പൊടി ഇട്ടിട്ട് ചായ കൊടുക്കാറില്ല. ഞങ്ങളെന്തോ ഒരു എല്ലാ ദിവസവും എല്ലാ ദിവസവും ചായ കുടിക്കാറില്ല. ഞാനിപ്പോൾ എന്തോ ഒരു ഡെയിലി റുട്ടീൻ എന്നുള്ള രീതിയിൽ ചായ കുടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ മാറ്റി റെഡിയാക്കി വെച്ചിരുന്ന കട്ട്ലേറ്റാണ്. അപ്പം ഒരു എനിക്ക് തോന്നുന്നു ഒരു 5-6 കട്ട്ലേറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ കൂടുതൽ പൊരിച്ച് മാറ്റി, കാരണം അത്രയും ഡിമാൻഡായിരുന്നു കേട്ടോ. കാരണം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മൂത്ത മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വെജിറ്റബിൾസ് കഴിക്കാൻ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൊടുത്താൽ നല്ല രീതിയിൽ അവൾ കട്ട്ലേറ്റ് ഇരുന്ന് കഴിച്ചോളും. പിന്നെ നമ്മുടെ കേക്ക്, ഒരു ചെറിയ പോർഷൻ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് അതും പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ കട്ട്ലേറ്റ് എന്ന് പറയുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഒരു കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും പൊട്ടറ്റോടെ ഒന്നും ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ വരും. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു രക്ഷയില്ല, നമ്മുടെ ചള്ളാസ് ഉണ്ടല്ലോ, ചള്ളാസും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊന്നും ഒരുപാട് ചിലവുള്ള കാര്യങ്ങളല്ല. കുറച്ച് ബീട്രൂട്ടും കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബീഫ് കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ് അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ പതിയെ എൻ്റെ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും എൻ്റെ ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പതിയെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാം നമുക്ക് ടൈം ഉണ്ടല്ലോ, എല്ലാം പതിയെ സിമ്പിൾ റെസിപ്പീസ്, സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പീസ് കേക്ക് കട്ട് ചെയ്തിട്ട് അതിനെ തിൻ സ്ലൈസസ് ആക്കി, വളരെ സ്മോളായിട്ട് തിൻ സ്ലൈസസ് ആക്കിയിട്ട് ഒരു 4-5 പീസ് കേക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കട്ട്ലേറ്റ് ഒരു ടിഷ്യൂ ഒക്കെ ഇട്ടിട്ട് ആദ്യം എണ്ണയൊക്കെ ഒന്ന് എണ്ണയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കട്ട്ലേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ് കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ആ റെസിപ്പി ചെന്ന് കണ്ടതിന് ശേഷം എന്തെങ്കിലും, കാരണം വലിയ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് കട്ട്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേനും എന്നും നമ്മുടെ മൈൻഡിലൂടെ ഓടുന്ന ഒരു എന്താ പറയുക, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്നാക്ക് എന്നാണ് അല്ലേ. പക്ഷെ അങ്ങനല്ല, നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, ഇത് റെഡിയാക്കി വെക്കാമല്ലോ നമുക്ക് 2-3 ദിവസം നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ബ്രെഡ് പൊടിയൊക്കെ കോട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചള്ളാസ് അരിഞ്ഞതുണ്ടായിരുന്നു, അത് വേസ്റ്റ് ആക്കാതെ ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്നു. അത് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഇപ്പോൾ ചള്ളാസ് റെഡിയാക്കി എടുക്കേണ്ടി വന്നില്ല, കുറച്ച് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ചള്ളാസ് മിച്ചം ഉണ്ടായിരുന്നു, പിന്നെ ഇത്രയും വെജിറ്റബിൾ കട്ട്ലേറ്റ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കാൽക്കുലേഷനിൽ നെക്സ്റ്റ് ഡേയിലും കൂടെ ചായക്ക് എടുക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനിൽ വെച്ചാൽ എനിക്ക് ചായ കുടിക്കുമ്പോഴത്തേനും കുറച്ച് എരിവുള്ള എന്തെങ്കിലും ഐറ്റം കൂട്ടി ചായ കുടിക്കുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ മധുരമുള്ള സാധനം കൂട്ടി ചായ കുടിക്കുമ്പോഴത്തേനും ഒരു സുഖമില്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ റസ്ക്കൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. എങ്കിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും എന്താ പറയുക, എന്നും സ്നാക്കൊന്നും നമുക്ക് നിർബന്ധമില്ല, എന്നും നമ്മൾ എണ്ണയിൽ കരിച്ച കടികളൊന്നും കഴിക്കലില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ റെഡിയാക്കുന്ന ദിവസങ്ങളിൽ എക്സ്ട്രാ കുറച്ചൊക്കെ ആക്കി വെക്കും. കട്ട്ലേറ്റ് ആണെങ്കിലും സമൂസയൊക്കെ ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ കുറച്ച് 1-2 ദിവസം ക്യാരി ചെയ്യാൻ പറ്റുമല്ലോ ഫ്രിഡ്ജിൽ. അങ്ങനെ ഇപ്പോൾ ഒണിയൻ പക്കോട, ഉള്ളിവട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ ആ ദിവസം തന്നെ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് മാറ്റണമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ചായപ്പരിപാടി എന്ന് പറയുന്നത്. 1 കപ്പ് ചൂട് ചായയും പിന്നെന്താ നമ്മുടെ ഫ്രൂട്ട് കേക്കും അതുപോലെ തന്നെ വെജിറ്റബിൾ കട്ട്ലേറ്റ് വിത്ത് ചള്ളാസും. ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞാനും ഇക്കായും കൂടി ചായ കുടിക്കുകയാണ്. വളരെ ആസ്വദിച്ച് ഇക്കാക്കുള്ള ചായ ഇക്കാക്ക് കൊടുത്തു. ഞാനിത് എൻ്റെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ 1-2 ഡോട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മുട്ട ബജ്ജി പൊരിക്കുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിട്ട് നമ്മുടെ എണ്ണ പൊട്ടിത്തെറിച്ചതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു മുട്ട ബജ്ജിയുടെ റെസിപ്പി ഞാൻ ഷെയറും ചെയ്തില്ല. അതാണ് സംഭവം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള പഴുത്ത പപ്പായ കിട്ടി. അത് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ച്. പിന്നെ മക്കൾക്ക് കുറച്ച് ഐസ്ക്രീം കൊടുക്കാമെന്ന് ചോദിച്ചു. ഇത് ഐസ്ക്രീം നോക്കിയപ്പോഴത്തേനും ഐസ്ക്രീമിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുണ്ട്, ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്ത് തീർത്ത് ഈ പാത്രം അങ്ങ് ഒഴിവാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വാനില ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ മക്കൾക്ക് 2 പേർക്കും ഐസ്ക്രീം ഒരു ചെറിയ ബൗളിൽ വിളമ്പി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാനായിട്ട് ഒരു താല്പര്യമില്ല.
അപ്പോൾ അതാ ഞാൻ വളരെ എങ്കിലും ഒരു ചെറിയ സ്പൂൺ കഴിക്കാനായിട്ട് തോന്നിയത് കൊണ്ട് കഴിച്ചതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇടിയപ്പമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ് കേട്ടോ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. കാരണം കട്ട്ലേറ്റ്, ചായ, കേക്ക് എല്ലാം കഴിച്ചപ്പോഴത്തേനും നമുക്ക് വയറ് ഫില്ലായിരുന്നു. പിന്നെ ഒരു 2-3 ഇടിയപ്പവും എടുത്ത് നല്ല അടിപൊളി ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ഡിഷസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഞാൻ എൻ്റെ ഒരു ഔട്ടിങ്, ഒരു പർച്ചേസ് വീഡിയോ ഉണ്ട് കേട്ടോ. ഒരു ഔട്ടിങ് ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ആസ്വദിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിട്ടും റെസിപ്പി വീഡിയോസായിട്ടും ഫാമിലി ഔട്ടിങ് വ്ളോഗായിട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻസൊക്കെ ഇട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രം പോരാ, നമ്മുടെ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫെങ്കിലും കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് വാച്ച് അവർ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാച്ച് അവേഴ്സൊക്കെ കിട്ടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു യൂട്യൂബ് സംരംഭം കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.